Good morning, dear students. During the last classes of our income tax, we explained about the various components like surcharge, cess, rebate, etc. And also we explained about various tax percentage of different types of non-individual assessees like company, cooperative society, partnership firm, etc. Okay, today's class we propose to explain about maximum marginal rate, MMR. Actually, maximum marginal rate is the maximum rate of tax applicable to the highest income of individual. നോർമൽ കേസസിൽ MMR എന്നുള്ളത് ഒരു അസസ്സിയുടെ ഏറ്റവും ഹയസ്റ്റ് ലെവൽ ഓഫ് ടാക്സ് റേറ്റിനെ പറയുന്ന പേരാണ് മാക്സിമം മാർജിനൽ റേറ്റ് എന്നുള്ള പേരിൽ അറിയപ്പെടാറുള്ളത്. മാക്സിമം മാർജിനൽ റേറ്റ് ഈസ് എ മാക്സിമം റേറ്റ് ഓഫ് ടാക്സ് അപ്ലിക്കബിൾ ടു ദി ഹയസ്റ്റ് ഇൻകം ഓഫ് ഇൻഡിവിജ്വൽ. ഏറ്റവും ഉയർന്ന വരുമാനമുള്ള ഏറ്റവും ലാർജസ്റ്റ് ഇൻകം ഉള്ള ഇൻഡിവിജ്വൽ അസസ്സിയെ സംബന്ധിച്ചിടത്തോളം പോലും അവർക്ക് പരമാവധി അടയ്ക്കേണ്ട ടാക്സിൻ്റെ പെർസെൻറ്റേജിനെയാണ് MMR ഓ മാക്സിമം മാർജിനൽ റേറ്റ് എന്നുള്ള പേരിൽ അറിയപ്പെടാറുള്ളത്. ഓക്കെ, നമുക്ക് മുമ്പ് നമ്മൾ പല പ്രാവശ്യം സൂചിപ്പിച്ചിട്ടുള്ളതാണ് 30% ഈസ് ദ ഹയസ്റ്റ് റേറ്റ് ഓഫ് ടാക്സ് പെർസെൻറ്റേജ് ഫോർ ദി ഇൻകം ഓഫ് എ ലാർജ് ടൈപ്പ് ഓഫ് ടോട്ടൽ ഇൻകം. ഓക്കെ, സാധാരണഗതിയിൽ ഒരു മാക്സിമം ഇൻകം ഉള്ള ആളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റുന്ന പരമാവധി ടാക്സിൻ്റെ പെർസെൻറ്റേജ് എന്നുള്ളത് 30% ആണ്. നമ്മുടെ സ്ലാബ് റേറ്റ്സ് പ്രകാരം അപ് ടു 2.5 lakh rupees വരെ നമുക്കറിയാം ദർ ഇസ് നോ ടാക്സ് നില്ലാണ്. അതിനുശേഷം വരുന്ന നെക്സ്റ്റ് 2.5 lakh rupeesന് 5% ആണ് ടാക്സ് ചാർജ് ചെയ്യാറുള്ളത്. അതിനുശേഷം വരുന്ന നെക്സ്റ്റ് 5 lakh rupeesന്, അതായത് അപ് ടു 10 lakh വരെ 5 lakh rupeesന് നമ്മൾ 20% ആണ് ചാർജ് ചെയ്യാറുള്ളത്. 10 lakhൻ്റെ മുകളിൽ വരുന്ന അമൗണ്ട്സിന് ഇൻഡിവിജ്വലിൻ്റെ കേസസിൽ നമ്മൾ 30% ആണ് ടാക്സ് ചാർജ് ചെയ്യാറുള്ളത്. അപ്പോൾ 30% എന്നുള്ളതാണ് ഒരു ഇൻഡിവിജ്വൽ അസസ്സിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മാക്സിമം ചാർജ് ചെയ്യാൻ പറ്റുന്ന ടാക്സിൻ്റെ പെർസെൻറ്റേജ് എന്നുള്ളത്. സോ മാക്സിമം മാർജിനൽ റേറ്റ് എന്നോട് ഉദ്ദേശിക്കുന്നത് ഉയർന്ന വരുമാനമുള്ള ഇൻഡിവിജ്വൽ അസസ്സിയെ സംബന്ധിച്ചിടത്തോളം ചാർജ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം റേറ്റ് ഓഫ് ടാക്സിനെ പറയുന്ന പേരാണ് MMR എന്നുള്ള പേരിൽ അറിയപ്പെടാറുള്ളത്. സോ ആക്ച്വലി ദ MMR ഈസ് 30%. ഇത് നമ്മളതിൻ്റെ ആക്ച്വൽ കാൽക്കുലേഷനിലേക്ക് പോയി കഴിഞ്ഞാൽ ആക്ച്വൽ MMR ഈസ് 35.88 എന്നുള്ളത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അതിൻ്റെ ഒരു കാൽക്കുലേഷൻസ് എന്നുള്ളത് സാധാരണഗതിയിൽ ഒരു ഇൻകം ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ടാക്സ് എമൗണ്ട് മാത്രമല്ല നമ്മൾ കൺസിഡർ ചെയ്യപ്പെടാറുള്ളത്. ടാക്സിൻ്റെ പുറത്ത് നമ്മൾ ഹൈ ഇൻകം ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം സർചാർജ് അപ്ലൈ ചെയ്യപ്പെടാറുണ്ട്, അതുപോലെ തന്നെ സെസ്സും അപ്ലൈ ചെയ്യപ്പെടാറുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ മാക്സിമം ഇൻകം വരുന്ന ആളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒബ്വിയസ്ലി ചാർജ് ചെയ്യുന്ന ഇൻകം ടാക്സിൻ്റെ പെർസെൻറ്റേജ് എന്നുള്ളത് മുമ്പ് പറഞ്ഞതുപോലെ 30% ആണ്. 30%ലേക്ക് നമ്മൾ ഹൈ ഇൻകം ഉള്ള ആളെ സംബന്ധിച്ചിടത്തോളം സർചാർജ് ചാർജ് ചെയ്യാറുണ്ട്. സർചാർജ് 2% ആണ് നമ്മൾ പറയാറുള്ളത്. 50 ലക്ഷം റുപ്പീസിന് മുകളിൽ വരുന്ന ഇൻകം ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ടാക്സിൻ്റെ മുകളിൽ 10%, അതുപോലെ 1 കോടിക്ക് മുകളിൽ ടോട്ടൽ ഇൻകം വരുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ടാക്സ് എമൗണ്ടിൻ്റെ പുറത്ത് 15% ആണ് ചാർജ് ചെയ്യപ്പെടാറുള്ളത്. ഓക്കെ, അപ്പോൾ 15% ആണ് പരമാവധി ചാർജ് ചെയ്യാറുള്ള സർചാർജ് റേറ്റ്. അപ്പോൾ 30% നമ്മൾ ഇൻകം ടാക്സ് ആയിക്കൊണ്ട് കാൽക്കുലേറ്റ് ചെയ്യുകയും ആ 30%ന് പുറത്ത് പരമാവധി ചാർജ് ചെയ്യാൻ പറ്റുന്ന സർചാർജ് എന്നുള്ളത് 15% ആണ്. അപ്പോൾ 13%ൻ്റെ 15% കൂടി നമ്മൾ അതിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനുശേഷം നമുക്ക് സെസ് കൂടി അടയ്ക്കേണ്ടതായിട്ടുണ്ട്. 4% ആണ് എല്ലാ അസസ്സിയെ സംബന്ധിച്ചിടത്തോളം സെസ് എന്നുള്ളത്. അപ്പോൾ ഇത്രയും അമൗണ്ട്സുകൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 35.88 എന്ന് കിട്ടുന്നത് സ്പെസിഫിക് ആയിട്ടുള്ള കാൽക്കുലേഷനാണ്. നമ്മളൊരു ഓർഡിനറി കേസസിൽ ഹൗ മച്ച് ഈസ് MMR റേറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയേണ്ടതായിട്ടുള്ളത് 30% എന്നുള്ളത് തന്നെയാണ്. കാരണം MMR മീൻസ് ദ ടാക്സ് റേറ്റ് ഓഫ് ഹയസ്റ്റ് ഇൻകം ലെവൽ ഇൻഡിവിജ്വൽ അസസ്സി എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് ടെർമിനോളജി ടാക്സ് ഇവേഷൻ എന്നുള്ളതാണ്. ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ട് വരുന്ന മറ്റൊരു ടെർമിനോളജിയാണ് ടാക്സ് ഇവേഷൻ എന്നുള്ളത്. ടാക്സ് ഇവേഷൻ നടത്തുക എന്നുള്ളത് ആക്ച്വലി ഒരു ഇല്ലീഗൽ ആക്ടിവിറ്റിയാണ്. ടാക്സ് വെട്ടിപ്പ് നടത്തുക എന്നുള്ളതാണ് നമ്മൾ ടാക്സ് ഇവേഷൻ എന്നോട് ഉദ്ദേശിക്കുന്നത്. ഒറിജിനലി ഒരാളുടെ ടോട്ടൽ ഇൻകവുമായി ബന്ധപ്പെട്ട്, അതായത് ഇൻകം റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസുകൾ ഫ്രോഡുലൻ്റ് ആയിക്കൊണ്ട് കുറച്ച് കാണിച്ചുകൊണ്ട് ആക്ച്വലി അടയ്ക്കേണ്ട ടാക്സ് എമൗണ്ട് അടയ്ക്കാതിരിക്കുന്ന അല്ലെങ്കിൽ കൃത്രിമത്വം കാണിക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ടാക്സ് ഇവേഷൻ എന്നുള്ള പേരിൽ അറിയപ്പെടാറുള്ളത്. സെൻറ്റൻസ് ശ്രദ്ധിക്കാം. ടാക്സ് ഇവേഷൻ ഈസ് ആൻ ഇല്ലീഗൽ ആക്ടിവിറ്റി ഇൻ വിച്ച് എ പേഴ്സൺ ഡെലിബറേറ്റ്ലി അവോയ്ഡ് പേയിങ് എ ട്രൂ ടാക്സ് ലയബിലിറ്റി.
ഒന്നുകൂടി ശ്രദ്ധിക്കുക. ടാക്സ് ഇവേഷൻ ഈസ് ആൻ ഇല്ലീഗൽ ആക്ടിവിറ്റി ഇൻ വിച്ച് എ പേഴ്സൺ ഡെലിബറേറ്റ്ലി അവോയ്ഡ് പേയിങ് എ ട്രൂ ടാക്സ് ലയബിലിറ്റി. ഇത് ഒരു ഇല്ലീഗൽ ആക്ടിവിറ്റിയാണ്. അതിൻ്റെ ഒരു നേച്ചർ നമ്മൾ സെൻറ്റൻസിൻ്റെ ഭാഗമായിട്ട് പറയുന്നത് എ പേഴ്സൺ ഡെലിബറേറ്റ്ലി അവോയ്ഡ് പേയിങ് എ ട്രൂ ടാക്സ് ലയബിലിറ്റി. ഒരു വ്യക്തി അയാൾ യഥാർത്ഥത്തിൽ അടയ്ക്കേണ്ട ടാക്സ് എമൗണ്ട് മനഃപൂർവ്വമായിക്കൊണ്ട് അവോയ്ഡ് ചെയ്യുന്ന, മനഃപൂർവ്വമായിക്കൊണ്ട് അത് മെൻഷൻ ചെയ്യാതെ കാണിക്കുക, അതല്ലെങ്കിൽ അത് അടക്കാതിരിക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ടാക്സ് ഇവേഷൻ എന്നുള്ള പേരിലായിട്ട് അറിയപ്പെടാറുള്ളത്. വൺ മോർ സെൻറ്റൻസ്, നെക്സ്റ്റ് പാരഗ്രാഫ്. Tax evasion is the process of deliberate misrepresenting the true state of affairs of taxpayer to reduce their tax liability. Once again, it is a process of deliberate misrepresenting the true state of affairs of taxpayer to reduce the tax liability. അപ്പോൾ ടാക്സ് ഇവേഷൻ എന്നുള്ളത് ഒരു ഡെലിബറേറ്റ് മിസ്റെപ്രസെൻറ്റിംഗ് ആണ്. ഇത് മിസ്റെപ്രസെൻറ്റ് എന്ന് പറഞ്ഞാൽ തെറ്റായിട്ട് കാണിക്കുക എന്നാണ്. ഡെലിബറേറ്റ് മിസ്റെപ്രസെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിഞ്ഞുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, തെറ്റായിട്ടുള്ള ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുക. ദ ട്രൂ സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ് ഓഫ് ടാക്സ് പെയർ, ഒരു ടാക്സ് പെയറുടെ യഥാർത്ഥത്തിലുള്ള ഒരു സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ്, യഥാർത്ഥത്തിലുള്ള ഇൻകവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡെലിബറേറ്റ് ആയിക്കൊണ്ട് തെറ്റായ രൂപത്തിൽ കാണിച്ചുകൊണ്ട് ടു റെഡ്യൂസ് ദർ ടാക്സ് ലയബിലിറ്റി, യഥാർത്ഥത്തിൽ അടക്കാനുള്ള ടാക്സ് എമൗണ്ട് മനഃപൂർവ്വമായിക്കൊണ്ട് കുറച്ചുകൊണ്ട് വരുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് ടാക്സ് ഇവേഷൻ എന്നുള്ള പേരിൽ അറിയപ്പെടാറുള്ളത്. ഓക്കെ, നമുക്ക് ഏതെല്ലാം രൂപത്തിലാണ് ടാക്സ് ഇവേഷൻ നടത്താൻ പറ്റും? മെത്തേഡ്സ് ഓഫ് കണ്ടക്ടിങ് ടാക്സ് ഇവേഷൻ 2-3 രീതിയിൽ നമുക്കത് കണ്ടക്ട് ചെയ്യാനായിക്കൊണ്ട് സാധിക്കും. ഫസ്റ്റ് വൺ ഈസ് ഡിക്ലെയറിങ് ലെസ് ഇൻകം, യഥാർത്ഥത്തിലുള്ള ആക്ച്വൽ ഇൻകത്തേക്കാളും കുറഞ്ഞ ഇൻകം മാത്രമായി നമ്മുടെ ടാക്സ് റിട്ടേൺസിൽ കാണിക്കുക, ഡിക്ലെയറിങ് ലെസ് ഇൻകം. ഓക്കെ, ആൻഡ് സെക്കൻഡ് വൺ ഈസ് ഓവർ സ്റ്റേറ്റിംഗ് ദി ഡിഡക്ഷൻസ്. നമുക്കറിയാം ഡിഡക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ് പെർമിറ്റ് ചെയ്തിട്ടുള്ള ഒരു എക്സ്ക്യൂസാണ്. നമ്മുടെ ടോട്ടൽ ഇൻകത്തിൽ നിന്നും അല്ലെങ്കിൽ നമ്മുടെ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്നും നമുക്ക് ലീഗലി റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന, ഡിഡക്റ്റ് ചെയ്യാൻ പറ്റുന്ന വ്യത്യസ്ത രൂപത്തിലുള്ള അമൗണ്ട്സുകൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള അമൗണ്ട്സുകൾ ഓവർ സ്റ്റേറ്റ് ചെയ്ത് കാണിക്കുക, ഉള്ളതിനേക്കാൾ കൂടുതൽ ഡിഡക്ഷൻസ് കാണിച്ചുകൊണ്ട് നിലവിലുള്ള ടാക്സ് അടയ്ക്കേണ്ട ബാധ്യത റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ള ഉദ്ദേശം. ഓവർ സ്റ്റേറ്റിംഗ് ദി ഡിഡക്ഷൻസ് ഉള്ളതിനേക്കാൾ കൂടുതൽ കാണിക്കുക. ഓക്കെ, ആൻഡ് ദ തേർഡ് വൺ ഈസ് ഓവർ സ്റ്റേറ്റിംഗ് ദി എക്സ്പെൻസസ്. നമുക്കറിയാം സാധാരണ കേസിൽ ഒരു ഇൻകവുമായി അസോസിയേറ്റ് ചെയ്യുന്ന എക്സ്പെൻസ് റെഡ്യൂസ് ചെയ്തതിന് ശേഷം ബാലൻസുള്ള എമൗണ്ടാണ് നമ്മൾ ഇൻകമായിട്ട് കൺസിഡർ ചെയ്യപ്പെടാറുള്ളത്. അപ്പോൾ അത്തരത്തിൽ ഒരു പർട്ടിക്കുലർ ഇൻകവുമായി ബന്ധപ്പെട്ട എക്സ്പെൻസ് നമ്മൾ ഓവർ സ്റ്റേറ്റ് ചെയ്ത് കാണിക്കുക, ഉള്ളതിനേക്കാൾ കൂടുതൽ എക്സ്പെൻഡിച്ചർ കാണിക്കുക. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് ഡിക്ലെയറിങ് ലെസ് ഇൻകം, അതുപോലെ ഓവർ സ്റ്റേറ്റിംഗ് ദി ഡിഡക്ഷൻസ്, ഓവർ സ്റ്റേറ്റിംഗ് ദി എക്സ്പെൻസ്, ഇത്തരത്തിലുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആക്ടിവിറ്റീസ് കണ്ടക്ട് ചെയ്തുകൊണ്ട് ഒരു ടാക്സ് പെയറുടെ ആക്ച്വൽ ടാക്സ് സ്റ്റേറ്റ്മെൻറ്റ്സ് മനഃപൂർവ്വമായിക്കൊണ്ട് ഡെലിബറേറ്റ് ആയിക്കൊണ്ട് മിസ്റെപ്രസെൻറ്റ് ചെയ്യുന്ന റെഡ്യൂസബിൾ ആയിട്ടുള്ളൊരു എമൗണ്ട് മാത്രം കാണിച്ചുകൊണ്ട് ടാക്സ് എമൗണ്ട് റെഡ്യൂസ് ചെയ്യിപ്പിച്ചെടുക്കുന്ന ഒരു ഇല്ലീഗൽ ആക്ടിവിറ്റി എന്നുള്ള ടെർമിനോളജിയാണ് ടാക്സ് ഇവേഷൻ എന്നുള്ള പേരിലായിട്ട് അറിയപ്പെടാറുള്ളത്. ഇത് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നാച്ചുറലായിക്കൊണ്ട് ഒരു ഇല്ലീഗൽ ആക്ടിവിറ്റി ആയതുകൊണ്ട് തന്നെ അതിന് മുകളിൽ ഫൈനും അതുമായി ബന്ധപ്പെട്ട ലീഗൽ പെനാൽറ്റീസും കൃത്യമായിക്കൊണ്ട് ഹോൾഡ് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് കോമ്പോണൻറ്റ് ടാക്സ് അവോയ്ഡൻസ്. It is the use of legal methods to minimizing the amount of income tax by an individual or businessman. ഇത് നേരത്തെ ടാക്സ് ഇവേഷൻ്റെ കേസിൽ പറഞ്ഞ പോലെ ഒരു ഇല്ലീഗൽ ആക്ടിവിറ്റി അല്ല. ലീഗലായിട്ടുള്ള ലൂപ്പ് ഹോൾസ് ഉപയോഗിച്ചുകൊണ്ട് ഒരു വ്യക്തിക്ക് ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ട് അയാളുടെ എമൗണ്ട് പരമാവധി റെഡ്യൂസ് ചെയ്യുന്ന മെത്തേഡ്സ് തന്നെയാണ് ടാക്സ് അവോയ്ഡൻസ് എന്നുള്ളതും. എന്നാൽ ഇവിടെ നമ്മൾ ഇല്ലീഗലായിട്ട് പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല. നിയമത്തിൻ്റെ ലൂപ്പ് ഹോൾസ് ഉപയോഗിച്ചുകൊണ്ട് പരമാവധി എക്സെപ്ഷൻസും ഡിഡക്ഷൻസും മറ്റു ഡിസ്കൗണ്ട്സുകളൊക്കെ മാക്സിമം നിയമത്തിൻ്റെ പരിധിയിൽ വരുന്ന എല്ലാ കാര്യങ്ങളും മാക്സിമം വളരെ ടാക്ട്ഫുള്ളായിക്കൊണ്ട് യൂസ് ചെയ്തുകൊണ്ട് ടാക്സ് എമൗണ്ട് റെഡ്യൂസ് ചെയ്തെടുക്കുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് ടാക്സ് അവോയ്ഡൻസ് എന്നുള്ള പേരിലായിട്ട് അറിയപ്പെടാറുള്ളത്. ഇറ്റ് ഈസ് എ യൂസ് ഓഫ് ലീഗൽ മെത്തേഡ്സ് ടു മിനിമൈസ് ദി എമൗണ്ട് ഓഫ് ടാക്സ് ബൈ എൻ ഇൻഡിവിജ്വൽ ഓർ ബിസിനസ്മാൻ. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് ഡൺ ബൈ ക്ലെയിമിങ് എക്സംഷൻസ് ഡിഡക്ഷൻസ് അലവബിൾ. നമുക്ക് ഗവൺമെൻറ് അലൗ ചെയ്തിട്ടുള്ള എല്ലാ ഡിഡക്ഷൻസും എക്സംഷൻസും കൃത്യമായിക്കൊണ്ട് ഇഫക്റ്റീവായിക്കൊണ്ട് യൂസ് ചെയ്തുകൊണ്ട് കൊടുക്കാനുള്ള ടാക്സ് എമൗണ്ട് പരമാവധി നിയമത്തിൻ്റെ പരിധിക്കകത്തു നിന്നുകൊണ്ട് റെഡ്യൂസ് ചെയ്തെടുക്കുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് ടാക്സ് അവോയ്ഡൻസ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് ടെർമിനോളജി പെർമനൻറ്റ് അക്കൗണ്ട് നമ്പർ, പാൻ. നമ്മൾ വളരെ കോമൺ ആയിക്കൊണ്ട് കേൾക്കാറുള്ള ഒരു ടെർമിനോളജിയാണ് പാൻ നമ്പർ അല്ലെങ്കിൽ പാൻ കാർഡ് എന്നുള്ളതൊക്കെ അല്ലേ. ഇറ്റ് ഈസ് എ 10 digits number issued by assessing officer to identify a taxpayer. ആക്ച്വലി പെർമനൻറ്റ് അക്കൗണ്ട് നമ്പർ എന്നുള്ളത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഇഷ്യൂ ചെയ്യപ്പെടുന്ന
ഒരു ഐഡൻറ്റിഫിക്കേഷൻ ഡോക്യുമെൻ്റാണ്. നമ്മൾ സാധാരണ മറ്റു പല പർപ്പസുകൾക്കും ഇത് സോഷ്യൽ ലൈഫിൽ യൂസ് ചെയ്യാറുണ്ടെങ്കിൽ പോലും ആക്ച്വലി പെർമനൻ്റ് അക്കൗണ്ട് നമ്പർ പാൻ കാർഡ് എന്നുള്ളത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഇഷ്യൂ ചെയ്യപ്പെടുന്ന ഡോക്യുമെൻറ്റ്സ് ആണ്. ഇറ്റ്സ് എ 10 digits നമ്പർ ഇഷ്യൂഡ് ബൈ അസസിങ് ഓഫീസർ ടു ഐഡൻറ്റിഫൈ ദി ടാക്സ് പെയർ. ഗവൺമെൻറ് കൃത്യമായിക്കൊണ്ട് ഓരോ ടാക്സ് പേയേഴ്സിനെയും ഇഫക്റ്റീവായിക്കൊണ്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി ഒരു 10 digits നമ്പർ ഐഡൻറ്റിഫിക്കേഷൻ കോഡായിക്കൊണ്ട് പ്രൊവൈഡ് ചെയ്യുന്ന കാർഡാണ് പെർമനൻ്റ് അക്കൗണ്ട് നമ്പർ എന്നുള്ളത്. ഇറ്റ് ക്യാൻ ഒബ്റ്റൈൻഡ് ബൈ അപ്ലൈയിങ് ഇൻ ദി ഫോം നമ്പർ 49A പ്രകാരമുള്ള ഫോമിൽ അപ്ലൈ ചെയ്തുകൊണ്ടാണ് നമുക്കിത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും കളക്ട് ചെയ്യാനായിക്കൊണ്ട് സാധിക്കുക. ആക്ച്വലി ഇതൊരു ഇൻകം ടാക്സ് പർപ്പസിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഇൻകം ടാക്സ് പർപ്പസിന് വേണ്ടിയിട്ടാണ് ഇഷ്യൂ ചെയ്യാറുള്ളെങ്കിൽ പോലും നമ്മൾ മറ്റു പല ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ പർപ്പസിന് വേണ്ടിയിട്ടും ഇത് ഉപയോഗിക്കാറുണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ ആയിക്കൊണ്ട് ഇത് ഐഡൻറ്റിഫിക്കേഷൻ പർപ്പസിന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാം. മറ്റു ആധാർ കാർഡ് അല്ലെങ്കിൽ പാസ്പോർട്ട് അതല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ നമ്മൾ നമ്മുടെ ഐഡൻറ്റിഫിക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് ബയോമെട്രിക് പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്നത് പോലെ നമുക്ക് പാൻ കാർഡും നമ്മുടെ ഒരു ഐഡൻറ്റിഫിക്കേഷൻ ഡോക്യുമെൻ്റ് ആയിട്ട് യൂസ് ചെയ്യുക. അതുപോലെ അതിൻ്റെ മറ്റൊരു യൂസേജസ് എന്നുള്ളത് വി ക്യാൻ യൂസ് ഇറ്റ് ഫോർ ഡെപ്പോസിറ്റിംഗ് ദ എമൗണ്ട് മോർ ദാൻ 50,000 rupees. 50,000 rupees കൂടുതൽ നമ്മൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിക്കൊണ്ടും ബാങ്കിങ് റെഗുലേഷൻ ആക്ട് പ്രകാരം വരുന്നൊരു കണ്ടീഷനാണ് പെർമനൻ്റ് അക്കൗണ്ട് നമ്പർ മെൻഷൻ ചെയ്യേണ്ടതായിട്ട് വരുമെന്നുള്ളത്. അതുപോലെ തന്നെ വി ക്യാൻ യൂസ് ദ പാൻ കാർഡ് ഫോർ വിഡ്രോയിങ് ദി എമൗണ്ട് മോർ ദാൻ 50,000 rupees. അറ്റ് എ ടൈമിൽ 50,000 കൂടുതൽ റുപ്പീസ് ബാങ്കിൽ നിന്ന് നമ്മുടെ അക്കൗണ്ട് ത്രൂ വിഡ്രോ ചെയ്യണമെന്നുണ്ടെങ്കിലും പെർമനൻ്റ് അക്കൗണ്ട് നമ്പർ നിർബന്ധമായിട്ട് വരാറുണ്ട്. സോ ഐഡൻറ്റിഫിക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ടും ഡെപ്പോസിറ്റിംഗ് പർപ്പസിന് വേണ്ടിയിട്ടും വിഡ്രോവൽ പർപ്പസിന് വേണ്ടിയിട്ടുമൊക്കെ പാൻ കാർഡ് യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ ഇൻകം ടാക്സിൻ്റെ റെമിറ്റൻസ് പർപ്പസിന് വേണ്ടിയിട്ടും ഇത് യൂസ് ചെയ്യാറുണ്ട്. ആക്ച്വലി ഇതൊരു ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഇഷ്യൂ ചെയ്യപ്പെടുന്ന ഡോക്യുമെൻറ്റ്സ് ആണ്. ഓക്കെ, ആൻഡ് ദ ലാസ്റ്റ് ടെർമിനോളജി ഏഞ്ചൽ ടാക്സ്. ഇതൊരു പുതിയ കൺസെപ്റ്റാണ് ഏഞ്ചൽ ടാക്സ് എന്നുള്ളത്. ഇറ്റ് മീൻസ് ദ ഇൻകം ടാക്സ് പേയബിൾ ഓൺ ക്യാപിറ്റൽ റേസ്ഡ് ബൈ സ്റ്റാർട്ടപ്പ് ഓർഗനൈസേഷൻ. ഓക്കെ, അവിടെ ബ്രാക്കറ്റിനകത്ത് അൺലിസ്റ്റഡ് കമ്പനീസ് എന്നുള്ളതാണ് കൊടുത്തിട്ടുള്ള ഒരു എൻ അവിടെ മിസ്സിംഗ് ആയിട്ട് വന്നിട്ടുണ്ട്. അൺലിസ്റ്റഡ് കമ്പനീസ് സാധാരണഗതിയിൽ നമുക്കറിയാം സ്റ്റാർട്ടപ്പ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംരംഭകൻ എന്ന രീതിയിൽ ഒരു ഓൺടർപ്രണർ എന്നുള്ള രീതിയിൽ നമുക്കൊരു പുതിയ ബിസിനസ് ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നതിനുള്ള ഒരു ഗവൺമെൻറ് പോർട്ടൽ അല്ലെങ്കിൽ ഗവൺമെൻറ് സംവിധാനമാണ് സ്റ്റാർട്ടപ്പ് മിഷൻ എന്നുള്ള പേരിലായിട്ട് അറിയപ്പെടാറ്. അപ്പോൾ സ്റ്റാർട്ടപ്പ് ഓർഗനൈസേഷൻ ആയിക്കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥാപനങ്ങളുടെ ക്യാപിറ്റലിൻ്റെ എമൗണ്ടിന് മുകളിൽ ചാർജ് ചെയ്യപ്പെടുന്ന ടാക്സ് എമൗണ്ട് എന്നുള്ള രീതിയിലാണ് ഏഞ്ചൽ ടാക്സ് എന്നുള്ള രൂപത്തിൽ അത് മെൻഷൻ ചെയ്ത് സ്പെസിഫിക് ആയിട്ടുള്ളൊരു നെയിമാണ്. ആക്ച്വലി ദ റേറ്റ് ഓഫ് ഏഞ്ചൽ ടാക്സ് ഈസ് 30%. 30% ഏഞ്ചൽ ടാക്സ് ആയിക്കൊണ്ട് കളക്ട് ചെയ്യപ്പെടാറ്. ഓക്കെ, സോ ദീസ് ആർ ദ ടോപ്പിക് ദാറ്റ് വി ഹാവ് ടു എക്സ്പ്ലെയിൻ അവർ ഫസ്റ്റ് ചാപ്റ്റർ. നമ്മുടെ ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ട ഫസ്റ്റ് ചാപ്റ്ററിൽ വരുന്ന ഡീറ്റെയിൽസുകളാണ് ഇത്രയും. വി ക്യാൻ കണ്ടിന്യൂ അവർ ക്ലാസ് of income tax on the next chapter, residential status of assets. Okay, thank you.